ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിലെ വിശ്വകർമ്മയിലെ ഒരു പരിപാടി ഉണ്ട്, അതിൽ പങ്കെടുക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ ഡാൻസ് ഉണ്ട്, വലിയ തോതിലല്ല, ചെറിയ തോതിൽ. അപ്പോൾ ലല്ലു അമ്മയെല്ലാം നേരത്തെ പോയി, ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ തുടങ്ങിയിട്ടില്ല. അതാ നമ്മുടെ ലിയോയും ആൻറ്റിയും മുന്നിൽ നടക്കുന്നുണ്ട്. അവരെന്താ വർത്താനെല്ലാം പറഞ്ഞിട്ട് പോവുക. ഗൈസ്, സമയം എടുക്കുന്നതോറും നമുക്ക് ടെൻഷനുണ്ട്. കാരണം നമ്മൾ എത്രയും പേരെ മുന്നിൽ നിന്ന് കളിക്കുക എന്നുള്ളതൊരു ക്യാമറ നമ്മൾ മാത്രം ഇരുന്ന് വർത്താനം പറയുന്ന കണക്കല്ലല്ലോ, കുറച്ച് ആൾക്കാർ മുന്നിൽ നിന്ന് കളിക്കുക എന്ന് പറയുന്നൊരു ഒരു നാണക്കേട്. നമുക്ക് അറിയില്ല ഗൈസ്, എന്നാലും കളിച്ച് അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഗെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഉഷാറാവണം. ഇപ്പോൾ കുറച്ചെല്ലാം ബാക്കോട്ടാണ്, കുറച്ച് ലൈറ്റ് വെളിച്ചം കുറയുന്നുണ്ടാവും. പറഞ്ഞ് കൈയും വേനെടുക്കുന്നു. ഗൈസ്, നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. അവിടെ പാട്ടൊക്കെ ആയതുകൊണ്ട് കുറച്ച് സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. കുറച്ചും കൂടെ എത്തിയാലും നമ്മളിനി അവിടെ എത്തും. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടിയെല്ലാം കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. നമ്മുടെ ശ്രീനാരായണ മഠത്തിലെ സ്കൂളിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുള്ളൂ, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതാ ഇവിടെ ഓരോരോ പരിപാടിക്കൊക്കെ പേരും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ലിയോ ഇതാ അമ്മേൻ്റെ കൈ പിടിച്ച് നടക്കുന്നുണ്ട്. നമ്മുടെ കസരക്കളിയിൽ ഫസ്റ്റ് അരങ്ങേറുന്ന ടീം ഒന്ന് ശിവദ, രണ്ടാമത് സന്മയ, മൂന്നാമത് നവലക്ഷ്മി, ഷിയോന. ഇവർ 4 പേരും ഇങ്ങോട്ടേക്ക് കടന്നു. Focus start. Masa nak boleh, masa nak boleh, orang kami masa ini orang asal, kami nak
അപ്പോൾ നമ്മുടെ കസേര കളിയിൽ നമ്മളെല്ലാവരും തോറ്റിട്ട് ഇവിടെ വെള്ളം കുടിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ലിയോ അവിടെ കുപ്പി നിറച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനെ മാറി മാറി നിന്ന് കുടിക്കുന്നുണ്ട്, ഒരു മത്സരം പോലെ. ഇനി ആണുങ്ങളുടെ കസേര കളിയാണ്. ഒരാൾ വീണ്ടും ചെയ്യാൻ കഷ്ടപ്പെട്ടിരിക്കാൻ ഓക്കെ സാർ ഓരോ ജഡ്ജസ് ചെയ്യാൻ കാര്യങ്ങൾ ജഡ്ജസ് കൃത്യമായി കൃത്യമായി തികച്ച ഭാഷയുടെ തലങ്ങളിലേക്ക് മത്സരം നടന്നിരിക്കാം. കൂടുതൽ കസേരകൾ നാല് ആളുകൾ മത്സരത്തിലേക്ക് Yes, one last question. Stop. മൂന്ന് ആളുകളും രണ്ട് കസേരകൾ മാത്രം അവശേഷിച്ചിരിക്കുകയാണ്. മത്സരം ആരംഭിച്ചത് ആരാണ് ജയിച്ചത്? അപ്പൊ ഇതൊരു ഡെമോൺസ്ട്രേഷൻ മാത്രമാണ്. എവിടെ
കഴിഞ്ഞ മത്സരത്തിൽ അഗ്രമാണ് 16.5 ഇഞ്ച് ഡിസ്റ്റൻസ്. നല്ല നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, എവിടെ വെച്ച് നോക്കിയ കുറച്ചുകൂടി മുന്നോട്ട് പോയി എല്ലാവരും പങ്കെടുക്കണം, എല്ലാവരും പങ്കെടുക്കാൻ. നമ്മൾ വിട്ടൊരു കളിയില്ല. നമുക്ക് അവിടെ പോയി നിൽക്കാം. ചോടിൽ പിഴച്ചു കുറച്ചുകൂടി പുറകോട്ടായത് അടുത്ത മത്സരത്തിൽ നമുക്ക് ആദ്യത്തോടെ മുന്നോട്ട് കടന്നു വരികയാണ്. പ്രോഗ്രാമിൽ ഏറ്റവും മോസ്റ്റ് ട്രൈ ചെയ്യാൻ തോന്നുന്നത് അടിപൊളി. വളരെയധികം ധൈര്യത്തോടെ നടന്നു വരികയാണ്. എന്നാൽ ഏതാനും ഇഞ്ചുകളുടെ മാത്രം വ്യത്യാസം, വളരെ കൃത്യമായ ഒരു പ്ലാനിംഗ് ആയിരുന്നു. സംഘടകര് പേര് നിർദ്ദേശിക്കുന്ന ആ ഒരു ക്രമത്തിൽ മാത്രമേ മത്സരാർത്ഥികൾ കണ്ടുവരാൻ പാടുള്ളൂ. എല്ലാരെയൊക്കെ സൂചിപ്പിക്കുക. കൊറേ ഉണ്ടല്ലോ കൺഫ്യൂഷൻ തീർക്കണേ. അത് ഔന്തിട്ടതിനെ അയ്യോ ലിയോ മേടിച്ചു. ലിയോന്റെ മുഖം നോക്ക്, എന്താ സംഭവിച്ചു? വാ വാ വാ. അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കറക്റ്റായിട്ട് ആ ഒരു പൊസിഷനിൽ ഒരു കുട്ടി കറക്റ്റായിട്ട് വെച്ച് കുട്ടി വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ വീഡിയോ എടുക്കുമ്പോൾ ഈ ഒരു കറക്റ്റ് ആ ഒരു സമയം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ ഗൈസ്. എന്നാൽ ആ കളി വിജയിച്ചിരിക്കുന്നു. അടുത്ത നമ്മൾ സുന്ദരിക്ക് പൊട്ടുകടലായിരുന്നു അടുത്തത്. സംബന്ധിച്ച് നോക്കുമ്പോൾ
പിടിക്കുന്നത് പ്രോത്സാഹനമല്ലേ ഓക്കെ വടക്കോട്ട് ഇടത്തോട്ട് വലത്തോട്ട് ചെറിയൊരു മാറ്റം എന്നാലും വളരെ കൃത്യമായ പ്രൊഡിക്ഷൻ ആയിരുന്നു പക്ഷേ ചെറിയൊരു മാറ്റം Set position. You have located that. ഫലസൂചകമായി യാതൊരു വിധ പാടില്ല മത്സരാഭ്യാസം ആവേശത്തിന്റെ ഭാഗത്ത് ഫലസൂചകമായി യാതൊരു നിർദ്ദേശം കൊടുക്കാൻ പാടില്ല എൻ്റെ ലെമൺ ഞാൻ ഓടേണ്ട ആവശ്യമില്ലായിരുന്നു, അത് നേരെ ഓടിപ്പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ലെമൺ സ്പൂണും കഴിഞ്ഞ് പിന്നെ പ്രസംഗമൊക്കെ തുടങ്ങിയതുകൊണ്ട് നമ്മൾ നമ്മുടെ ചേച്ചിയുടെ അടുത്തേക്ക് വരികയാണ്, അതായത് നീതുവച്ചിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. കാരണം ഇതിന് മുന്നേ ഞാൻ ഒരു ചേച്ചീൻ്റെ വീട്ടിൽ പോകുന്നൊരു വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ കാണാത്തതാണെങ്കിൽ ഒന്ന് പോയി കാണാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്, നമുക്ക് ഡ്രസ്സൊന്നും മാറ്റണം, ഡാൻസ് കളിക്കേണ്ട. അപ്പോൾ ഈ പിള്ളേരെല്ലാം കൂട്ടിയിട്ട് അവിടെ പ്രസംഗത്തിൽ നിന്നിട്ടും കാര്യമില്ല, അപ്പോൾ ഇവർ നിൽക്കത്തുമില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവുകയാണ്, ചേച്ചീൻ്റെ അടുത്തേക്ക് വരാമെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് വരുമെന്ന്. അതുകൊണ്ട് തന്നെ അവിടെ ഒരാൾ കാത്തു നിൽക്കുകയാണ് നമ്മളവിടെ ചെല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇവിടെ വീട്ടിലെത്തിയപ്പം ഫുൾ അലമ്പയിനു. കാരണം നെച്ച് നമ്മളെ കാത്തു നിന്നിട്ട് അവസാനം ഒരു കുപ്പായെല്ലാം വലിച്ചു കീറി എന്നാണ് പറഞ്ഞത് ചേച്ചി. കാരണം നമ്മൾ കുറച്ച് ലേറ്റായി വരാൻ, കാരണം മത്സരമെല്ലാം നടക്കുന്നതുകൊണ്ട് തന്നെ പ്രസംഗ ടൈം ഇങ്ങോട്ട് വരാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോഴത്തേക്കും ഇയാൾക്ക് നാഗവല്ലി പുറത്തിറങ്ങി. ഹലോ, നമ്മൾ വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഒരാൾക്ക് ഭയങ്കര ദേഷ്യം ഗൈസ്. ആണാ ദേഷ്യം ഉണ്ടാ? നമ്മുടെ പരിപാടി കാണാൻ വരണ്ടേ ഇങ്ങ്? പാവ നെച്ചു നമ്മളെ കാത്ത് ബോറടിച്ച് ഗൈസ്. അവസാനം നെച്ചു എന്ത് തുടങ്ങി? ഇവിടെ അക്രമം തുടങ്ങി. ഒരു പുതിയ കുപ്പായെല്ലാം വലിച്ച് കീറി കളഞ്ഞു. നമ്മൾ വരാൻ ലേറ്റ് ആയതുകൊണ്ട് പറ എന്നാ വായ തുറക്കത്തുമില്ല കാണുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇവള് കടിച്ചു കയറിയ കുപ്പായം കാണണ്ടേ? അപ്പോൾ ഇതാണ് കടിച്ചു കയറിയ കുപ്പായം, പുതിയ കുപ്പായം എന്നാണ് ചേച്ചി പറഞ്ഞത്. നമ്മൾ വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഉള്ള ദേഷ്യത്തിൽ കടിച്ചു കയറിയതാണ്. കുറച്ച് ദേഷ്യമൊക്കെ ഉള്ള ഒരു കുട്ടി കുറുമ്പിയാണ് നമ്മുടെ നെച്ചൂട്ടി. അപ്പോൾ ദേഷ്യം വന്ന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല, ഇച്ചിരി വാശിക്കരിയും കൂടെയാണ്. അപ്പോൾ നമ്മുടെ നെച്ച് എന്തെല്ലോ കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെച്ചൂട്ടിൻ്റെ പല്ല് കാണണ്ടേ? മിഠായി എല്ലാം കഴിച്ചിട്ട് പല്ലെല്ലാം കേടാക്കി വെച്ചിട്ടുള്ള. അപ്പോൾ ഞാൻ അവിടെ ലിയോയും എല്ലാവരും കളിക്കുന്നുണ്ട്. പിന്നെ ചായ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതെല്ലാം കഴിച്ച് ശേഷം അപ്പോഴത്തേക്ക് കറണ്ട് പോയി. പിന്നെ പാട്ടൊക്കെ വെച്ച് ഇനി നമ്മളിതാ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള. നമുക്കിനി നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ വീണ്ടും പരിപാടി സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ലിയോ ബായ് പറയുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല, അത് നമുക്കൊരു അൺഎക്സെപ്റ്റഡ് ആയിട്ട് നടന്നൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഫോണിൽ തോന്നുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ലിയോ ഇവിടെ ഓടിക്കളിക്കുന്നുണ്ട്. ലിയോൻ്റെ ഒരു ഫ്രണ്ടിനുമായിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ കൂടെയാണ് ഉള്ളത്. അപ്പോൾ ലിയോയ്ക്ക് ഒരു കുഞ്ഞു ഫ്രണ്ടിനെ അവിടെ കിട്ടിയിട്ടില്ലേ, ആ ആളുമായിട്ട് നടക്കുകയാണ്. ലിയോ പിടിക്കുമ്പോഴത്തേക്കും ആൾ വീണു. അപ്പോഴത്തേക്ക് ലിയോ പിന്നെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കും, എന്താ അവിടെ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അവൻ്റെ ഒരു സൈസിന് ഒരു പരുവത്തിൽ ഒരാളെ കിട്ടിയത് കൊണ്ട് കുറച്ചു നേരം കളിക്കുമെങ്കിൽ തട്ടിയും മുട്ടിയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് വീണ് കൊടുക്കും. പിന്നെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഉള്ളിലേക്ക് പോകാമെന്ന് വെച്ചാൽ ലിയോ അവിടെ അടങ്ങിയിരിക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ പുറത്തിങ്ങനെ കറങ്ങി നടക്കുന്നത്. അപ്പോൾ
പിന്നെ ചെറിയൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സ്റ്റേജിൽ കുറച്ചായി കളിച്ചിട്ട്, ഇങ്ങനെ സ്റ്റേജിലൊന്നും ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ കളിച്ചിട്ടൊന്നുമില്ല. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ട് മുഖത്ത്, കാരണം ഒരു ടെൻഷൻ. അപ്പോൾ ഇതവിടെ അതിന് ബാക്കിയുള്ള കുട്ടികളെല്ലാം ഒരുങ്ങി ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരാളിവിടെ നല്ല ക്യൂട്ടായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഒരു വീഡിയോ ഒക്കെ എടുത്ത് ആരാ ഒരുക്കിയെന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ എന്നെ ഒരുക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെ ഇവിടെ ഒരാൾക്കാരിവിടെ എന്തെല്ലോ ഫോണിൽ തോണ്ടുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്. ഞാനവിടെ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ സമ്മാനദാനം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി. അപ്പോൾ സമ്മാനദാനത്തിൽ അമ്മക്ക് സെക്കൻഡ് ഉണ്ട്. കോഴി വത്തൽ നിങ്ങൾ കണ്ടിട്ടില്ല, അമ്മ കുറച്ചടുത്തായിട്ടാണ് വെച്ചത് കൊണ്ട് അമ്മക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കുറച്ച് പ്രൈസ് ആദ്യം കൊടുത്തതിന് ശേഷം കുറച്ച് പരിപാടി നടത്തിയതിന് ശേഷമാണ് പിന്നെ ഇവർ പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ കുറച്ച് മാത്രമേ ഇവർ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളൂ, പിന്നെ ബാക്കി പരിപാടിയെല്ലാം നടത്തി. അപ്പോൾ അമ്മക്ക് കിട്ടിയ പ്രൈസ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പൊളിച്ച് നോക്കാൻ പോവുകയാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പാത്രമാണെന്ന് മനസ്സിലായി. നമുക്കിത് പൊളിച്ചിട്ട് കാണാം. പൊട്ടുന്ന സാധനം നോക്കണേ. അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു പാത്രമാണ്. അതിൻ്റെ ഇടയ്ക്ക് ലിയോ അങ്ങോട്ട് ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പബ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കഴിക്കുകയാണ് നമ്മൾ. നല്ല പാത്രമായിട്ടോ. അപ്പം അപ്പോഴത്തേക്ക് ലിയോൻ്റെ കുഞ്ഞി ഫ്രണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് ബായും കാര്യങ്ങളൊക്കെ പറയാണ് ആള്. പോയിക്കോട്ടെ. അപ്പോൾ ഈ കളിക്കുന്ന സുന്ദരിക്കുട്ടിയില്ലേ, ഞാൻ എന്ന് സ്കൂളിൽ പോയാലും അതായത് എൻ്റെ ലല്ലുവിൻ്റെ സ്കൂളിലുള്ള കുട്ടിയാണ്. അപ്പോൾ ഈ സ്കൂളിൽ ഞാൻ പോകുമ്പോൾ എന്നോട് പറയും, ചേച്ചീൻ്റെ വീഡിയോ എല്ലാം ഞാൻ കാണലുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് നല്ല മോളാണ്. എപ്പോഴും എന്നെ കണ്ടാലും അറിയും, നല്ല സ്നേഹമുള്ളൊരു കുട്ടിയാണ്.
കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് സോങ്ങും കൂടെ ഇതിനകത്ത് ഇടാൻ പറ്റുന്നില്ല. നമ്മൾ കളിച്ച പാട്ടിനകത്തേക്ക് ഇടുമ്പോഴത്തേക്കും വീഡിയോയിൽ കോപ്പിറൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു നമ്മുടെ ചാനലിലൊരു പ്രശ്നമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് സോങ് ഒഴിവാക്കിയിരിക്കുന്നത്. അടുത്തത് നമ്മൾ വിളിക്കുക ശിനി ശിനി അനാമിക. അങ്ങനെ ലല്ലുവിൻ്റെ പാട്ടും നമ്മുടെ ഡാൻസെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാണ്ട് ലിയോ കരച്ചിലായിരുന്നു ആ ടൈമൊക്കെ. കാരണം ലിയോയ്ക്ക് ഇത്രയും നേരം ഇങ്ങനെ പാട്ട് കേട്ടിട്ടും അതുപോലെ ഒരു 9 മണിയൊക്കെ ആയി. അതുകൊണ്ടായിരിക്കാം കുഞ്ഞിനൊരു ഇറിറ്റേഷൻ പോലെ, കാരണം ഉറക്കമൊക്കെ വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി അമ്മയൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വരും. നമ്മൾ നേരത്തെ ഇറങ്ങുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.